അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു തിങ്കളാഴ്ച ദിനം റബീഉൽ അവ്വൽ 12-ാം തീയതി മദീന പട്ടണം ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ച ദിനമാണെന്ന് മദീന നിവാസികളായ ആളുകൾ അത്രയും തളർന്നു പോയ ദിനം. തളർന്ന് വീണു പോയവരുണ്ട്, ഇരുന്നു പോയവരുണ്ട്, ദുരന്തത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നവരുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംഭവ ബഹുലമായ ജീവിതം അവസാനിച്ച ദിനമാണ് റബീഉൽ അവ്വൽ 12-ാം തീയതി. ലോകമെമ്പാടും ഈ വിവരമറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദുഃഖത്തിലാണ്. മദീന പട്ടണം ഇരുട്ടിലാണ്ടുപോയി. ഒരു പകലിൽ നിന്ന് അസ്തമയം മാറുന്നതറിയാൻ കഴിയാത്ത വിധം പ്രകൃതിയും ആ ദുഃഖത്തിൽ പങ്കുചേർന്ന ഒരവസ്ഥയായിരുന്നു എന്ന് സഹാബി വര്യന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവ ബഹുലമായ ജീവിതം അവസാനിച്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിനം. മദീന പട്ടണത്തിലെ വിളക്കുമരങ്ങളെല്ലാം കെട്ടുപോയ ദിനം, മദീന ഇരുട്ടിലാണ്ടുപോയ ദിനമാണ്. ഏറെ ദുഃഖമേറ്റുവാങ്ങിയ ദിനമാണ്. എന്തിനേറെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശാന്തനാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടപെടലാണ്. മദീനക്ക് വെളിയിലായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വിയോഗം അറിഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തി വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും ഔദ്യോഗികമായി പ്രവാചകന്റെ മരണവിവരം അറിയിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. എല്ലാവരോടും പള്ളിയിൽ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു വാളും ചുഴറ്റിക്കൊണ്ട് പള്ളിയുടെ പുറത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. യാ ഉമർ ഇജ്ലിസ്, ഉമറെ നീയും ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം കനപ്പെട്ടതായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അത് അനുസരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിൽ ചമ്രം അടിഞ്ഞിരുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പാരായണം, ഖുർആനിൽ നിന്നുള്ള ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞു, മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവ്വകാല പ്രവാചകന്മാരെ പോലൊരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം കൊല്ലപ്പെടുകയോ മരണം വരിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ മാർഗവും വിട്ട് നിങ്ങൾ പിന്തിരിയുകയാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഖുർആൻ വചനം. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ആ അള്ളാഹു ഹയ്യുൻ ദായിമുൻ, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കുകയില്ല. ആരെങ്കിലും ഒരാൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ അദ്ദേഹം ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും മരണം മരിക്കേണ്ടവർ തന്നെയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മദീന പട്ടണം
പരിസര പ്രദേശങ്ങളും മദീന നിവാസികളും ദുഃഖത്തിലും വിഷമതയിലും ഇരുട്ടിലും ആണ്ടുപോയ ദിനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച ദിനം. അപ്പോൾ ആ വക കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നമുക്കായി വിട്ടേച്ച് പോയിട്ടുള്ള കാര്യം എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാകേണ്ടത്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചിട്ടാണ് പോകുന്നത്. നിങ്ങളത് മുറുകെ പിടിക്കും വരെയും മാർഗഭ്രംശം സംഭവിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, എൻ്റെ ചര്യയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും മാതൃകയുള്ള ജീവിതചര്യകൾ നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. റബ്ബ് സുബ്ഹാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന സച്ചരിതരായ സദ്വൃതരായ മുഅ്മിനുകളിൽ ഉൾപ്പെടുവാൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.